ലേവ്യർ 9-ാം അധ്യായം. 8-ാം ദിവസം മോശ അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു. അവൻ അഹറോനോട് പറഞ്ഞു, കാലിക്കിടാവായ ഒരു തികവുറ്റ കാളക്കുട്ടിയെ പാപമുക്തിയാഗത്തിനായും ഒരു മുട്ടാടിനെ ഹോമയാഗത്തിനായും നിനക്കായി എടുത്ത് കർത്താവിൻ്റെ മുമ്പിൽ കാഴ്ചവയ്ക്കുക. ഇസ്രായേല്യരോട് നീ ഇപ്രകാരം നിർദ്ദേശിക്കുക: പാപമുക്തിയാഗത്തിന് ഒരു കോലാട്ടിൻമുട്ടനെയും ഹോമയാഗത്തിന് തികവുറ്റതും ഓരോ വയസ്സുള്ളതുമായ കാളക്കുട്ടിയെയും ചെമ്മരിയാടിനെയും നിങ്ങൾ എടുക്കുവിൻ. സമാധാനയാഗമായി കർത്താവിൻ്റെ മുമ്പിൽ ബലിയർപ്പിക്കാൻ ഒരു കാളയും ഒരു മുട്ടാടും എണ്ണ ചേർത്ത ഒരു ധാന്യയാഗവും വേണം. എന്തെന്നാൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. മോശ കൽപ്പിച്ചത് അവർ സമാഗമ കൂടാരമുഖത്ത് കൊണ്ടുവന്നു. സമൂഹം മുഴുവനും അടുത്തുവന്ന് കർത്തൃസന്നിധിയിൽ നിലകൊണ്ടു. അനന്തരം മോശ പറഞ്ഞു, നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ച കാര്യം ഇതാണ്. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. മോശ അഹറോനോട് പറഞ്ഞു, ബലിപീഠത്തെ സമീപിച്ച് നിന്റെ പാപമുക്തിയാഗവും ഹോമയാഗവും നിറവേറ്റുക. അങ്ങനെ നിന്നെപ്രതിയും ജനത്തെപ്രതിയും പരിഹാരമനുഷ്ഠിക്കുക. ജനത്തിൻ്റെ കാണിക്കയർപ്പിച്ച് അവർക്ക് വേണ്ടി പരിഹാരമനുഷ്ഠിക്കുക. കർത്താവ് കൽപ്പിച്ചതുപോലെയാണിത്. അഹറോൻ ബലിപീഠത്തെ സമീപിച്ച് തനിക്കു വേണ്ടിയുള്ള പാപമുക്തിയാഗത്തിൻ്റെ കാളക്കുട്ടിയെ അറുത്തു. അഹറോൻ്റെ പുത്രന്മാർ രക്തം അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ തൻ്റെ വിരൽ രക്തത്തിൽ മുക്കി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി. രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്കൊഴിച്ചു. പരിഹാരയാഗമൃഗത്തിൻ്റെ മേധസ്സും വൃക്കകളും കരളിൽ നിന്നുള്ള കൊഴുപ്പുപാളിയും ബലിപീഠത്തിൽ അവൻ ധൂമിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയാണിത്. എന്നാൽ മാംസവും തോലും പാളയത്തിനു വെളിയിൽ അവൻ അഗ്നിയിൽ ദഹിപ്പിച്ചു. ഹോമയാഗത്തിനുള്ള മൃഗത്തെ അവൻ അറുത്തു. അഹറോൻ്റെ പുത്രന്മാർ രക്തം അവൻ്റെ പക്കലെത്തിച്ചു. അവൻ അത് ബലിപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. കഷണങ്ങളായി ഹോമയാഗമൃഗത്തെയും അതിൻ്റെ തലയും അവർ അവൻ്റെ പക്കലെത്തിച്ചപ്പോൾ അവൻ ബലിപീഠത്തിന്മേൽ ധൂമിച്ചു. ആന്തരാവയവവും കാൽവണ്ണകളും അവൻ കഴുകി ബലിപീഠത്തിൽ ഹോമയാഗത്തിന്മേൽ ധൂമിച്ചു. അതിനുശേഷം അവൻ ജനത്തിൻ്റെ കാണിക്ക അർപ്പിച്ചു. ജനത്തിനു വേണ്ടിയുള്ള പാപമുക്തിയാഗത്തിൻ്റെ കോലാടിനെ എടുത്ത് ആദ്യത്തേതുപോലെ അതിനെ അറക്കുകയും പാപപരിഹാരമാക്കുകയും ചെയ്തു. അനന്തരം ഹോമയാഗവസ്തു കൊണ്ടുവന്ന് ക്രമപ്രകാരം അവൻ അത് അർപ്പിച്ചു. പ്രഭാത ഹോമയാഗത്തിന് പുറമേ അവൻ ധാന്യയാഗവസ്തു കൊണ്ടുവന്ന് അതിൽ നിന്ന് തൻ്റെ ഉള്ളം കൈ നിറച്ച് ബലിപീഠത്തിന്മേൽ ധൂമിച്ചു. തുടർന്ന് ജനത്തിനു വേണ്ടിയുള്ള സമാധാന ബലിമൃഗമായ കാളയെയും മുട്ടാടിനെയും അവൻ അറുത്തു. രക്തം അഹറോൻ്റെ പുത്രന്മാർ അവൻ്റെ പക്കലെത്തിച്ചു. അവൻ അത് ബലിപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. കാളയിൽ നിന്ന് മേധസ്സുകളും മുട്ടാടിൽ നിന്ന് കൊഴുത്ത വാലും നെയ്യാവരണവും വൃക്കകളും കരളിൻ്റെ കൊഴുപ്പുപാളിയും നെഞ്ചിന്മേലുള്ള മേധസ്സുകളും അവൻ കൂട്ടിവച്ചു. ബലിപീഠത്തിന്മേൽ അവൻ മേധസ്സുകൾ ധൂമിച്ചു. നെഞ്ചും വലത്തേക്കുറകും അഹറോൻ കർത്തൃസന്നിധിയിൽ നീരാജനം ഒഴിഞ്ഞു. മോശ കൽപ്പിച്ചതുപോലെയാണിത്. അനന്തരം അഹറോൻ ജനത്തിനു നേരെ തൻ്റെ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. പാപമുക്തിയാഗവും ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങി വന്നു. മോശയും അഹറോനും സമാഗമ കൂടാരത്തിലേക്ക് പോയി. അവർ പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം ജനത്തിനെല്ലാം പ്രത്യക്ഷമായി. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ബലിപീഠത്തിൽ വെച്ച് ഹോമയാഗവസ്തുവും മേധസ്സുകളും വിഴുങ്ങി. ജനമെല്ലാം അത് കണ്ട് ആർപ്പു വിളിച്ച് മുഖം മുട്ടെ പ്രണമിച്ചു.